നമ്മുടെ നാട്ടിലെ ഈ ദുരിതബാധിതർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് പല സംഘടനകളും രംഗത്ത് വരാറുണ്ട്. പ്രത്യേകിച്ച് ചില യുവജന സംഘടനകൾ, നമ്മുടെ DYFI അല്ലെങ്കിൽ AIYF, യൂത്ത് കോൺഗ്രസ്, അങ്ങനെയുള്ള യുവജന സംഘടനകൾ അല്ലെങ്കിൽ ചില പ്രത്യേക മറ്റ് NGO സംഘടനകളൊക്കെ രംഗത്ത് വരാൻ അവർ ചില ചലഞ്ചുകൾ പ്രഖ്യാപിക്കും. ഇപ്പോൾ ന്യൂസ് പേപ്പർ ചലഞ്ച്. നമ്മുടെ വീടുകളിൽ ന്യൂസ് പേപ്പർ വാങ്ങാറുണ്ട്. അത് നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ആക്രിക്കാർ വരുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ട് കൊടുത്ത് തീർക്കും. ഇത് നമ്മൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പ്രവർത്തകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോകും. എന്നിട്ട് അവർ ഒരുമിച്ച് ഇങ്ങനെ പല വീടുകളിൽ നിന്നാകുമ്പം നല്ലൊരു തുക കിട്ടും. ആ തുക അവർക്ക് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും. അത് നല്ലൊരു പദ്ധതിയാണ്. നമ്മളതെല്ലാം വളരെ സഹകരിക്കാറുണ്ട്. അതുപോലെ ബിരിയാണി ചലഞ്ചും അതുപോലെ സംഭവിക്കുന്നു. പക്ഷേ ഇങ്ങനെ കൊണ്ടുവരുന്ന, നമ്മളിൽ നിന്ന് വാങ്ങുന്ന, നമ്മൾ ബിരിയാണി വീട്ടിൽ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ യുവാക്കൾ വന്ന് പറയുമ്പോൾ നമ്മൾ 1, 2, 3 ബിരിയാണി വാങ്ങും. കാരണം ഒരു നല്ല കാര്യത്തിനല്ലേ, ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയല്ലേ, അത് നല്ല കാര്യമല്ലേ. നമ്മൾ സംഭാവന നമ്മുടെ കയ്യിൽ വന്നിട്ട് വെറുതെ സംഭാവന വാങ്ങിക്കുകയല്ല, ഒരു ബിരിയാണി തന്നിട്ടാണ് നമ്മൾ അവരെ. അപ്പോൾ ഒരു 5 10 രൂപ അധികമായാൽ ആ ബിരിയാണി നമ്മൾ വാങ്ങും. അത് നമ്മുടെ ഒരു ഈ ദുരിതബാധിതരുടെ സഹായിക്കുന്നതിനുള്ള മനസ്സാണ്. ഈ ചെറുപ്പക്കാരെ അവരോടൊപ്പം നമ്മളും അവരെ സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും വേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പുമാണ്. പക്ഷേ ഇങ്ങനെ ഈ ഒരു ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി പലരും ദുരന്തം നടക്കുന്നത് ഒരു ആഘോഷമാക്കി മാറ്റാറുണ്ട്. നമ്മളറിയാം, ഈ ദുരന്ത ഫണ്ടുകൾ പിരിക്കുന്നവർ പലരും ഇങ്ങനെ ആഘോഷമാക്കി മാറ്റുന്നു. മുഖ്യമന്ത്രിയുടെ CMDRFന് എതിരായിട്ട് പോലും പല കോണുകളിൽ നിന്നും സംശയപരമായ ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് നേരെ ചൊവ്വയല്ല വിനിയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നവർക്കെതിരെ കേസും എടുക്കുന്നുണ്ട് ഗവൺമെന്റ്. എന്തായാലും ഈ ബിരിയാണി ചലഞ്ച് നമ്മളെ പലപ്പോഴും DYFIക്കാരാണ് ഈ ബിരിയാണി ചലഞ്ചുമായി രംഗത്ത് പോകുന്നത്. പക്ഷേ ഇപ്പോൾ വയനാട്ടിൽ ഈ ചൂരൽമല അവർക്ക് വേണ്ടിയിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കാനെന്ന് പറഞ്ഞ് ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നു. പക്ഷേ ഈ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് അതിൽ നിന്നും 5 പൈസ പോലും ഈ ദുരിതബാധിത കേന്ദ്രത്തിൽ കൊടുക്കാതെ ഈ പൈസ മുഴുവനും അടിച്ചു മാറ്റി ഏകദേശം 1000-ലധികം ബിരിയാണി വിറ്റിട്ട് കൊടുത്തിട്ട് 1,20,000-ഓളം രൂപ സമ്പാദിച്ചിട്ട് 5 പൈസ പോലും ഇതുവരെയും ഈ ദുരിതബാധിത കേന്ദ്രങ്ങളിൽ കൊടുത്തിട്ടില്ല എന്നും അതിന്റെ കണക്കുകൾ ചോദിക്കുമ്പോൾ വിരട്ടുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം DYFI ആണ് അത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവര് പണം തട്ടിയെന്ന് പറയാൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എത്തിക്കുന്നത്. അത് കൂടെയുള്ള പ്രവർത്തകർ തന്നെ, കൂടെ ബിരിയാണി വിൽക്കാൻ വേണ്ടി നടന്ന പ്രവർത്തകർ തന്നെയാണ് പോലീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാൻ CPM നിയന്ത്രണത്തിലുള്ള തണൽ എന്ന കൂട്ടായ്മയുടെ പേരിൽ സെപ്റ്റംബർ 1-നാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. 100 രൂപ നിരക്കിൽ 1200-ഓളം ബിരിയാണി വിൽക്കുകയും അതിലൂടെ ലഭിച്ച 1,20,000 രൂപ ഇതുവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയോ കണക്ക് ബോധ്യപ്പെടുത്തുകയോ ചെയ്തില്ല എന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. അത് നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജൻ, തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, DYFI മേഖലാ പ്രസിഡന്റ് അമൽരാജ് എന്നിവർക്കെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഈ കേസ് കൊടുത്തത് കൂടെ നിന്ന് ബിരിയാണി വിൽക്കാൻ നടന്ന പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. കാരണം അവർ കണക്ക് ചോദിക്കുമ്പോൾ അവരെ വിരട്ടുന്നു, പാർട്ടി കമ്മിറ്റിയിൽ കാണിച്ചു തരാമെന്ന് പറയുന്നു. ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് ഇവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്?